അമേരിക്കയിലെ ഇന്ത്യൻ വംശജർക്കെതിരെ വിദ്വേഷം ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സമൂഹത്തിന് മുന്നറിയിപ്പുമായി ഇമിഗ്രേഷൻ അഭിഭാഷകൻ രംഗത്ത് എത്തിയിരിക്കുകയാണ്. അമേരിക്കയിലെ ചില രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇത്തരം വിദ്വേഷം പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇത് ഇന്ത്യൻ സമൂഹത്തിൽ ഭയം വിതയ്ക്കുന്നുണ്ടെന്നും ഇന്ത്യൻ വംശജനായ രാഹുൽ റെഡ്ഡി പറയുന്നു. ഇന്ത്യൻ സമൂഹത്തെ പ്രത്യേകിച്ച് ലക്ഷ്യമിടുന്നില്ലെങ്കിലും അമേരിക്കയിലെ ഇന്ത്യക്കാർ മുൻകരുതൽ എടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ഉപദേശം. അമേരിക്കയിലെ ഇന്ത്യക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും രാഹുൽ റെഡ്ഡി പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. മതപരമായ കാര്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ടെക്സസ് അറ്റോർണി ജനറൽ സ്ഥാനാർത്ഥിയായ ആരോൺ റീഡ്സ് ഇന്ത്യൻ വംശജർക്കെതിരെ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളെ രാഹുൽ റെഡ്ഡി ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. റീഡ്സ് ഇന്ത്യൻ വംശജരെ ഒത്തുചേരാത്തവർ എന്നും ഒത്തുചേരാൻ സാധിക്കാത്തവർ എന്നും വിശേഷിപ്പിക്കുകയും ടെക്സസിലെ ചില കൗണ്ടികൾ കൊൽക്കത്ത, ഡൽഹി, ഹൈദരാബാദ് എന്നിവിടങ്ങളുമായി മാറുന്നു എന്നും പറഞ്ഞിരുന്നു. H-1B വിസ തട്ടിപ്പാണെന്ന് ആരോപിച്ച അദ്ദേഹം അത് അവസാനിപ്പിക്കണമെന്നും ടെക്സസ് ഇന്ത്യയോ പാകിസ്ഥാനുമായി മാറുന്നത് തടയുമെന്നും പറഞ്ഞിരുന്നു. അടുത്തതായി ഇന്ത്യൻ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകളിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നാണ് അഭിഭാഷകന്റെ നിർദ്ദേശം. ഇതിനു പകരം സംഭാവന നൽകുകയോ പ്രിയ താരങ്ങളുടെയോ സിനിമയുടെയോ പേരിൽ മരങ്ങൾ നടുകയോ ചെയ്യാമെന്നും അദ്ദേഹം ഉപദേശിച്ചു. അതേസമയം ടെക്സസ് അറ്റോർണി ജനറൽ സ്ഥാനാർത്ഥിയും റിപ്പബ്ലിക്കൻ നേതാവുമായ ആരോൺ റീഡ്സ് ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രതികരണം വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ കടന്നുകയറ്റം കാരണം ടെക്സസിലെ കോളിൻ, ഡാലസ്, ഹാരിസ് കൗണ്ടികൾക്ക് കൊൽക്കത്ത, ഡൽഹി, ഹൈദരാബാദ് കൗണ്ടികൾ എന്ന് പേര് മാറ്റേണ്ടി വന്നേക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. താൻ അറ്റോർണി ജനറൽ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ടെക്സസിലെ കൗണ്ടികളെ കൊൽക്കത്തയോ ഡൽഹിയോ ഹൈദരാബാദോ ആക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നും ഇത് US-ലെ ടെക്സസ് ആണെന്നും ഇന്ത്യയോ പാകിസ്ഥാനോ അല്ലെന്നുമായിരുന്നു ആരോൺ റീഡ്സിന്റെ പ്രതികരണം. കൂടാതെ H-1B വിസ ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. അതിനിടെ ആരോൺ റീഡ്സിന് പ്രധാന സംഭാവന നൽകിയ ഒരാൾ പാകിസ്ഥാൻ വംശജനായ ഡോക്ടറാണെന്നും അദ്ദേഹം ഒരു വലിയ തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്നുമുള്ള കമ്മ്യൂണിറ്റി നോട്ട് എക്സിൽ പ്രത്യക്ഷപ്പെട്ടത് ചർച്ചയായിട്ടുണ്ട്. കമ്മ്യൂണിറ്റി നോട്ട് അനുസരിച്ച് റീഡ്സിന് സംഭാവന നൽകിയവരിൽ പാകിസ്ഥാൻ അമേരിക്കൻ ഡോക്ടറായ അനൂഷ് അഹമ്മദും ഉൾപ്പെടുന്നു. ഇദ്ദേഹം കോവിഡ് കാലത്തെ ആരോഗ്യ സംരക്ഷണ തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണെന്ന് പറയുന്നു. ഇതോടെ റീഡ്സിന്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ പൊളിഞ്ഞുവെന്നാണ് വിമർശകരുടെ പക്ഷം. മുൻപും റീഡ്സ് സംഭാവനകളുടെ പേരിൽ വിമർശനം നേരിട്ടിട്ടുണ്ട്. ഏകദേശം $300 മില്യൺ മെഡിക്കൽ തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടുവെന്ന ആരോപണം നേരിടുന്ന ഹ്യൂസ്റ്റണിലെ ഡോക്ടറിൽ നിന്ന് ഏകദേശം $1 ലക്ഷം സ്വീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അടുത്തിടെ അമേരിക്കയിലെ എല്ലാ ഇന്ത്യക്കാരെയും നാടുകടത്തണമെന്ന ആഹ്വാനവുമായി അമേരിക്കൻ മാധ്യമപ്രവർത്തകനായ മാറ്റ് ഫോണി രംഗത്തെത്തിയിരുന്നു. 2026 ഇന്ത്യൻ സമൂഹത്തിനെതിരെയും ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയും ആക്രമണം ഉണ്ടാകുമെന്നും അതിന് പിന്നിൽ വെള്ളക്കാരല്ലെന്നും കറുത്ത വർഗ്ഗക്കാരോ ലാറ്റിനോകളോ പാകിസ്ഥാനികളോ ആയിരിക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ ആക്രമണങ്ങൾ ഒഴിവാക്കാനായി എല്ലാ ഇന്ത്യക്കാരെയും നാട് കടത്തണമെന്നായിരുന്നു മാറ്റ് ഫോണിയുടെ ആവശ്യം. പോസ്റ്റ് ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ളതാണെന്ന വിമർശനം ഉയർന്നതോടെ ഇത് പിൻവലിച്ചിരുന്നു.